ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം നാളെ അറിയാം. എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതിലും മികച്ച വിജയം ഹരിയാനയിൽ നേടുമെന്നാണ് ബിജെപി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതേസമയം കോൺഗ്രസ് ഹരിയാനയിൽ സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് കടന്നു. ഹരിയാനയിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നാണ് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചത്. എന്നാൽ എക്സിറ്റ് പോളുകളിൽ അല്ല, ജനങ്ങളിലാണ് വിശ്വാസമെന്നും ബിജെപി തുടർഭരണത്തിലേക്ക് കടക്കുമെന്നുമാണ് മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി വ്യക്തമാക്കിയത്. ഹരിയാനയിൽ 15 മുതൽ 35 വരെ സീറ്റുകൾ മാത്രമേ ബിജെപിക്ക് ലഭിക്കൂ എന്നാണ് വിവിധ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. മൂന്നാം ഊഴം ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ബിജെപി നേതാക്കളും അണികളും. അതേസമയം എക്സിറ്റ് പോൾ ഫലത്തിൽ കോൺഗ്രസിന് നേട്ടം പ്രവചിക്കുന്നു. 90 നിയമസഭാ മണ്ഡലങ്ങളുള്ള ഹരിയാനയിൽ 50 മുതൽ 65 സീറ്റ് വരെ കോൺഗ്രസ് നേടാൻ സാധ്യതയുണ്ടെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. പിന്നാലെ ഡൽഹി AICC ആസ്ഥാനം കേന്ദ്രീകരിച്ച് തിരക്കിട്ട ചർച്ചകളാണ് നടക്കുന്നത്. ജാതിപ്പോരും ഗ്രൂപ്പ് വഴക്കുകളും രൂക്ഷമായ ഹരിയാന കോൺഗ്രസിൽ ഒരു നേതാവിനെ കണ്ടെത്തുക നേതൃത്വത്തിന് വലിയ വെല്ലുവിളിയാണ്. നിലവിലെ പ്രതിപക്ഷ നേതാവ് ഭൂപേന്ദ്ര സിംഗ് ഹൂഡയ്ക്കെതിരെ പാർട്ടിയിൽ വലിയ എതിർപ്പുകളാണ് ഉയരുന്നത്. അതേസമയം ചതുഷ്കോണ മത്സരം പ്രവചിച്ച ഹരിയാനയിൽ JJPക്കും INLDക്കും കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ലെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിച്ചത്. ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ആം ആദ്മി പാർട്ടി ചിത്രത്തിൽ ഉണ്ടാകില്ലെന്നും കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ജനം, ഹരിയാന.